കാലാതീത സൗഖ്യമന്ത്രമരുളും കാനിരപ്പാത്തിയതിശ്രേഷ്ഠമതിശയം ആയുരാരോഗ്യ സുമംഗളം ആദരണീയ സുകീർത്തനം ആയുർവേദമനശ്വരം ആയുർവേദം അദക്ഷരം ആയുർവേദം അദക്ഷരം. പ്രായം കൊണ്ട് പിതാവിൻ്റെ സ്ഥാനത്ത് കരുതാവുന്ന കാഞ്ഞിരപ്പാത്തിയെ എൻ്റെ സഹപ്രവർത്തകനായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ മുത്തച്ഛനായ ചന്ദ്രികാ സോപ്പിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന ചികിത്സകനായിരുന്ന കേശവൻ വൈദ്യരാണ് ഈ കാഞ്ഞിരപ്പാത്തി എന്ന എൻ്റെ ചങ്ങാതിയുടെ ഉടമസ്ഥൻ. തുടക്കം വളരെ പണ്ടാണ് കേട്ടോ കാഞ്ഞിരപ്പാത്തിയുമായി ഞാൻ ഇടപാട് തുടങ്ങിയത്. മുത്തച്ഛൻ്റെ വരിഷ്ഠപുത്രനായ മണിലാലിൻ്റെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ആരംഭിച്ച ലാൽ മെമ്മോറിയൽ ആശുപത്രിയിൽ ആയുർവേദ വിഭാഗം തുടങ്ങുവാൻ വേണ്ടിയാണ് എന്നെ തൈക്കാട്ടുശ്ശേരിയിലെ വൈദ്യരത്നം ആയുർവേദ കോളേജിൽ വൈദ്യം പഠിപ്പിക്കുവാനായി അയച്ചത്. ഇനി പാത്തിയുടെ വീരശൂരകഥകൾ പറഞ്ഞു തരാട്ടോ. കാഞ്ഞിരപ്പാത്തിയുമായി എൻ്റെ പരിചയം ഞാൻ ചുരുക്കി പറയാം. 1990 ആയുർവേദ ബിരുദ പഠനം പൂർത്തിയാക്കി ഔഷധചന്ദ്രിക എന്ന ക്ലിനിക്കിലെ എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ കെ കെ കുമാറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മരുന്നുകൾ രോഗികൾക്ക് കൊടുത്തിരുന്നത് സഹദേവേട്ടനായിരുന്നു. ഞാൻ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ സഹദേവേട്ടനെ ഏൽപ്പിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ കൊടുത്ത മരുന്നിൻ്റെ ചീട്ടുമായി മരുന്ന് കൗണ്ടറിലേക്ക് നടന്ന സഹദേവേട്ടൻ പെട്ടെന്ന് എൻ്റെ മുന്നിൽ കുഴഞ്ഞു വീണു. അടിയന്തര ചികിത്സയ്ക്കായി ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തപ്പോൾ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിന് പ്രത്യേക ചികിത്സ ആധുനിക രീതിയിൽ ലഭ്യമല്ല എന്ന് പറഞ്ഞു. ആയുർവേദ ചികിത്സ ചെയ്താൽ നന്നായിരിക്കുമെന്ന് സൂചിപ്പിച്ചു. ആയുർവേദ ചികിത്സയിൽ പ്രധാന പങ്കാണ് കാഞ്ഞിരപ്പാത്തിക്കുള്ളത്. കാഞ്ഞിരപ്പാത്തിയുടെ റോള് പ്രത്യേക പരിഗണന എടുത്തു പറയേണ്ടതാണ്. എന്നോട് എൻ്റെ ചെവിയിൽ കാഞ്ഞിരപ്പാത്തി മൊഴിഞ്ഞത് ഇപ്പോൾ പ്രസക്തമല്ല. വേണ്ട കേട്ടോ കുഞ്ഞെ അനിലേ, ഇത്ര തിടുക്കത്തിൽ റിസ്ക് എടുക്കേണ്ട. ചീത്തപ്പേരും സഹദേവന്റെ കുടുംബത്തിൻ്റെ കുറ്റപ്പെടുത്തലും നമ്മൾ രണ്ടുപേരും പേറേണ്ടി വരും. മോനെ അനിലേ, പ്രായം കൊണ്ട് കാഞ്ഞിരപ്പാത്തിയായ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഞാനത് കൂട്ടാക്കിയില്ല. എൻ്റെ ഗുരുനാഥനായിരുന്ന ഡോക്ടർ കുമാരൻ്റെ നിർദ്ദേശാനുസരണം ശാസ്ത്രീയമായ പഞ്ചകർമ്മ ചികിത്സാ വിധാനം സഹദേവൻ്റെ രോഗ ചികിത്സയ്ക്കായി നടപ്പിലാക്കി. പഞ്ചകർമ്മ ചികിത്സയിലെ സ്നേഹപാനം 5 ദിവസം, ഇലക്കിഴി, നവരക്കിഴി, പിഴിച്ചിൽ തുടങ്ങിയവ 14 ദിവസം വീതം, കഷായവസ്തി, തൈലവസ്തി തുടങ്ങിയവ 8 എണ്ണം. ഇതൊക്കെ കേമമായി ഞങ്ങൾ ചെയ്തു. കുമാരൻ ഡോക്ടറാണ് എനിക്ക് ശരിയായ രീതിയിൽ ധൈര്യം പകർന്നത്. ഏകദേശം 2009 വരെ സഹദേവന്റെ സേവനം ഔഷധചന്ദ്രിക ക്ലിനിക്കിൽ തുടർന്നുമുണ്ടായിരുന്നു എന്നത് സ്മരണയിൽ വരുന്നു.